ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി വമൻവാല വബഅദ്. നമ്മൾ സൂറത്ത് യൂസുഫിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഫലമ്മസ്തൈഅസു മിൻഹു ഖലസു നജിയ ഖാല കബീറുഹും അലം തഅലമു അന്ന അബാക്കും ഖദ് അഖദ അലൈക്കും മൗസിഖൻ മിനല്ലാഹ് വമിൻ ഖബ്ലു മാ ഫറത്തും ഫീ യൂസുഫ് അല്ലേ. അതുകൊണ്ട് ഫലൻ അബ്രഹൽ അർദ ഹത്താ യഅ്ദന ലി അബി ഔ യഹ്കും അല്ലാഹു ലി വഹുവ ഖൈറുൽ ഹാക്കിമീൻ. നമ്മളത് അവിടെ പറഞ്ഞത് യൂസുഫിൻ്റെ സഹോദരങ്ങൾ ബിന്യാമീനെ കൂടാതെ മടങ്ങുന്ന സന്ദർഭം വന്നപ്പോൾ ഈ സഹോദരങ്ങളിൽ മൂത്തയാൾ ഖാല കബീറുഹും, അവരിൽ മൂത്തയാൾ സംസാരിച്ചത് ഈ ബാക്കിയുള്ളവരോട്. ബാക്കി എത്ര പേരുണ്ടാവും? 9 പേർ. ആ 9 പേരോട് പറയാണ്, നിങ്ങൾക്ക് ഓർമ്മല്ലേ വാപ്പ നമ്മളോടൊരു ഉടമ്പടി സ്വീകരിച്ചത് ബിന്യാമീനായിട്ട് മടങ്ങുന്ന വിഷയത്തിൽ. പിന്നെ അതിനു മുമ്പ് യൂസുഫിൻ്റെ വിഷയത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തന്നെ കൂടും. ഞാൻ ഈ നാടിനെ മിസ്റിനെ വിട്ട് ഞാനില്ല, നിങ്ങൾ പോയിക്കോളിയും എന്ന് പറയാണ്. വാപ്പ സമ്മതം തരണം, അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് അനുകൂലമായൊരു വിധി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ആ വിഷയമാണ് നമ്മൾ പറഞ്ഞത്. ഈ ഖാല കബീറുഹും, ഈ സഹോദരങ്ങളിൽ മൂത്തയാൾ പറഞ്ഞു എന്ന് പറഞ്ഞേ, അതിൻ്റെ തുടർച്ച തന്നെയാണിത്. ഇർജിഊ ഇലാ അബീക്കും ഫഖൂലു യാ അബാന ഇന്ന ഇബ്നക സറഖ് വമാ ഷഹിദ്നാ ഇല്ലാ ബിമാ അലിംന വമാ കുന്നാ ലിൽ ഗൈബി ഹാഫിളീൻ. മൂത്തയാൾ മറ്റവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇർജിഊ ഇലാ അബീക്കും, ഇർജിഊ നിങ്ങൾ മടങ്ങുക. കാരണം മൂപ്പര് കാര്യം പറഞ്ഞു, ലൻ അബ്രഹൽ അർദ, ഈ മിസ്ർ ദേശത്തെ ഞാൻ വിട്ടുപോകൂല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇർജിഊ ഇലാ അബീക്കും, നിങ്ങളുടെ ഉപ്പയുടെ അടുക്കലേക്ക് ഇർജിഊ, നിങ്ങൾ മടങ്ങുക. കനാനിലേക്ക്, മിസ്റിൽ നിന്ന് കനാനിലേക്ക് വാപ്പ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകാൻ പറയണം. മടങ്ങിയിട്ട് ഫഖൂലു, അതിൽ പിന്നെ നിങ്ങൾ പറയുക, യാ അബാന, എന്താ യാ അബാന, ഞങ്ങളുടെ പിതാവേ, യാ അബാന ഞങ്ങളുടെ പിതാവേ, ഇന്ന ഇബ്നക സറഖ്, തീർച്ചയായും നിങ്ങളുടെ മകൻ സറഖ മോഷ്ടിച്ചിരിക്കുന്നു. സറഖ യസ്രിഖു, മോഷ്ടിച്ചിരിക്കുന്നു, മോഷണം നടത്തിയിരിക്കുന്നു. വമാ ഷഹിദ്ന ഇല്ലാ ബിമാ അലിംന, എന്താ വമാ ഷഹിദ്ന, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടില്ല, സാക്ഷിയായിട്ടില്ല ഈ മകൻ മോഷ്ടിച്ചു എന്നതിൻ്റെ ആ സാക്ഷ്യം. ഒമാ ഷഹീദിന, ഞങ്ങൾ ആ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. ഇല്ലാ ബിമാ അലിംന, എന്താ ഇല്ലാ ബിമാ അലിംന, ഞങ്ങൾ അറിഞ്ഞത് കൊണ്ടല്ലാതെ, ഞങ്ങൾ അറിഞ്ഞതിനെ കൊണ്ടല്ലാതെ ഒമാ ഷഹീദിന, ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മകൻ മോഷണം നടത്തി എന്നത് ഇവരുടെ സാക്ഷിയാണല്ലോ, ഒരു സാക്ഷി പറയല്ലേ, ഷഹാദത്ത് അതല്ലേ സാക്ഷ്യം. അപ്പോൾ ഓമാ ഷഹീദിന, ഞങ്ങൾ ഈ തങ്ങളുടെ മകൻ മോഷ്ടിച്ചു എന്ന സാക്ഷ്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇല്ലാ ബിമാ അലിംന, ഞങ്ങൾ അറിഞ്ഞതുകൊണ്ടല്ലാതെ, ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടതാണ് മോഷണ വസ്തു എന്ത് ചെയ്യുന്നത്, പിന്നെ മകൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് എടുക്കുന്നത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു, കാതുകൊണ്ട് കേട്ടു. അതാണ് ഞങ്ങളിവിടെ മാ ഷഹീദിന. വമാ കുന്നാ ലിൽ ഗൈബി ഹാഫിളീൻ, വമാ കുന്ന ഞങ്ങളായിരുന്നില്ല, ലിൽ ഗൈബി ഹാഫിളീൻ, ഹാഫിളീന ലിൽ ഗൈബ് എന്നാണ്. ഹാഫിളീൻ എന്ന് പറഞ്ഞാൽ ഹിഫ്ള് ഇൽമാണ്, അറിവ്. ഹാഫിളീൻ എന്ന് പറഞ്ഞാൽ ആലിമീൻ, അറിവുള്ളവർ. വമാ കുന്ന ഞങ്ങളായിരുന്നില്ല, ഹാഫിളീന ലിൽ ഗൈബ്, ഗൈബിനെ കുറിച്ച് അറിവുള്ളവർ, ഗൈബിനെക്കുറിച്ച് അറിവുള്ളവർ. അപ്പോൾ ഇതാണ് മൂത്ത ആൾ സഹോദരങ്ങളോട് പറയുന്നത്. പിന്നെ അതിന് തുടർച്ചയുണ്ട് പറയാം. ഇവിടെ അഹബ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് യൂസുഫ് പണ്ടേ നഷ്ടമായി, പിന്നെ അസ്ഹർ ഇവിടെ നഷ്ടമായി, ഇനി കബീറും നഷ്ടമാകാണ്, മൂത്ത മകനും നഷ്ടമാകാണ്, ഇളയത് നഷ്ടമാകാണ്. അല്ലേ, അഹബിനെ ആദ്യം നഷ്ടപ്പെടുത്തി. അപ്പോൾ
ഈ 3 നഷ്ടമാകുന്ന വിഷയമാണ് പിന്നെ ഇനി പറയാനുള്ളത് മക്കൾക്ക്. അത് അവിടെ പറയേണ്ടി വരിക ഇയാളും കൂടി പിന്തുമ്പളാണ്. അപ്പോൾ ഈ 9 പേര് മടങ്ങാൻ കൂട്ടാക്കനുണ്ടാവില്ല. അവർ എങ്ങനെ മടങ്ങും ഈ 2 ആൾ ഇല്ലാതെ? അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, പിന്നെ ഈ മൂത്തയാൾ ഇർജിഉ ഇലാ അബീക്കും എന്ന് പറഞ്ഞിട്ട് അവരെ മടക്കാൻ പരിശ്രമിക്കുന്നത് മാത്രമല്ല ഇത് ഓതി കൊടുക്കുന്നത്. ഫഖൂലു, നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതി പോയിട്ട് എന്ത് യാ അബാന ഇന്നബനക സറഖ് വമാ ഷഹിദ്ന ഇല്ലാ ബിമാ അലിംന വമാ കുന്ന ലിൽ ഗൈബി ഹാഫിളീൻ വസ്അലിൽ ഖറിയത അല്ലതി കുന്ന ഫീഹാ വൽ ഐറ അല്ലതി അഖ്ബൽന ഫീഹാ വ ഇന്നാ ലസാദിഖൂൻ. ഇത് പറഞ്ഞാൽ മതി വാപ്പാനോട്. അതുകൊണ്ട് തന്നെ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. വാപ്പ നിങ്ങൾക്ക് ഇതിൽ കത്തിയൂരൂല എന്നൊക്കെയുള്ള ആ ഒരു ശൈലിയായിരിക്കും. ഏതായാലും അതെന്ത് ചെയ്യാണ്, ഈ മൂത്ത ആൾ പറഞ്ഞു കൊടുക്കുകയാണ് അവരൊന്ന് തിരിച്ചു പോരാൻ വേണ്ടിയിട്ട്, മടങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ വമാ കുന്നാ ലിൽ ഗൈബി ഹാഫിളീൻ, ഞങ്ങൾ ഗൈബിന് ഹാഫിളീൻ ഗൈബിനെ കുറിച്ച് ഹാഫിളീൻ അറിവുള്ളവരായിരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ ഉദ്ദേശം? ഇവിടെ അത് പറയുമ്പോൾ ഗൈബ് അറിയുന്നവരല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇതില്ല. ഗൈബ് ആർക്കും അറിയില്ല, ആർക്കല്ലാതെ അള്ളാഹ്ക്കല്ലാതെ. അള്ളാഹു അറിയിച്ചു കൊടുത്ത ആളുകൾക്കാണ് ഗൈബ് അറിയുള്ളൂ. അദൃശ്യം ഗൈബ് എന്താണ്? ഗൈബും ഉണ്ട് ഷഹാദത്തും ഉണ്ട്, ദൃശ്യവും അദൃശ്യവും. ഷഹാദത്ത് പോലെയല്ല ഗൈബ്. ഗൈബ് നമുക്ക് അറിയാൻ കഴിയില്ല. നമ്മളുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ, ബാഹ്യേന്ദ്രിയങ്ങൾക്കും ആന്തരിക ഇന്ദ്രിയങ്ങൾക്കും പ്രാപ്യമാകാത്ത കാര്യമാണ് എന്ത്? ഗൈബ്. നമുക്ക് ബാഹ്യേന്ദ്രിയങ്ങളുണ്ട് അല്ലേ, കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്, ഇതൊക്കെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ. നമുക്ക് ആന്തരിക ഇന്ദ്രിയങ്ങളുടെ അറിവില്ലേ? ആന്തരിക ഇന്ദ്രിയങ്ങളുടെ അറിവ് എന്താ, എങ്ങനെയാണ് മനസ്സിലാക്കുക? സ്പർശിച്ചാൽ ബാഹ്യേന്ദ്രിയല്ലേ. ഇപ്പം നമുക്ക് ഉണ്ടല്ല ഒരു പെട്ടി, 1 മീറ്റർ വീതി, നീളം, അളവുള്ള ചുറ്റളവുള്ള ഒരു ബോക്സ്. ആ ഒരു ബോക്സ് നിറച്ച് ഇരുമ്പാണ്. മറ്റൊരു ബോക്സ് അതേ വലിപ്പത്തിൽ കാലിയാണ്. ഇതിനെ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ഒരേപോലെ വ്യത്യസ്തമാണ്? തൊട്ട് നോക്കിയിട്ട് പറയാൻ പറ്റുമോ? പിന്നെ നമ്മളതിനെ അറിയണത് എങ്ങനെ? നമ്മൾ തൂക്കി നോക്കിയിട്ടാണ് അല്ലേ. ആ തൂക്കി നോക്കിയിട്ട് നമുക്ക് ഇത് കാലിയാണ്, ഇത് തൂക്കമുള്ളതാണെന്ന് വിധിക്കണം. നമ്മുടെ ആന്തരിക ഇന്ദ്രിയത്തിൻ്റെ അറിയിക്കല്ലേ. അപ്പോൾ നമുക്ക് ബാഹ്യേന്ദ്രിയമുണ്ട്, ആന്തരിക ഇന്ദ്രിയമുണ്ട്. ഈ 2 ഇന്ദ്രിയങ്ങൾക്കും പ്രാപ്യമല്ലാത്ത കാര്യങ്ങളാണ് ഷഹാദത്തല്ലാത്ത ഗൈബ്. ഗൈബ് അള്ളാഹ്ക്ക് അറിയുള്ളൂ എന്നുള്ളതിൽ ഇഷ്കാലില്ല. പക്ഷേ ഇവിടെ വമാ കുന്നാ ലിൽ ഗൈബി ഹാഫിളീൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് അതിനാൽ തന്നെ അല്ല, ഈ സാഹചര്യത്തിൽ അത് മനസ്സിലാക്കുമ്പോൾ പലത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പിന്നെ ഇതാണ്, ഈ ഗൈബിനാൽ ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ അറിവുള്ളവരായില്ല എന്നാണ്. ഗൈബ് എന്നുള്ളതിന് ഹിമ്യർ ഭാഷയിൽ ലൈൽ എന്നർത്ഥമുണ്ട്, രാത്രി. രാത്രി ആയതിനാൽ ഞങ്ങൾക്കറിയാൻ പറ്റിയില്ല, രാത്രിയാണ്. അപ്പോൾ ഈ സംഭവം നടന്നപ്പോഴാണ് ഈ സുവാഉൽ മലിക്കിനെ വക്കലും പിന്നെ പരിപാടിയൊക്കെ നടന്നത് രാത്രി സമയത്താണ്. അതുകൊണ്ട് തന്നെ രാത്രി സമയമായതിനാൽ ഞങ്ങൾക്കൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതെടുക്കുന്നത് പിന്നെ ബിന്യാമീൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് ഈ സുവാഉൽ മലിക്ക് എടുത്തത് അല്ലാതെ എന്ന്. അപ്പോൾ അതാണ് ഇവിടെ ഗൈബ് എന്ന് പറഞ്ഞാൽ ഹിമ്യർ ഭാഷയിൽ, വിശുദ്ധ ഖുർആൻ്റെ പല എന്തുണ്ട്, ഹിമ്യർ അറബികളാണ് അവർ, പല ലഹജകളുണ്ട്. അപ്പോൾ ഹിമ്യർ ഭാഷയിൽ രാത്രി എന്നതിനാണ് ഗൈബ് പറയുക. അപ്പോൾ വമാ കുന്ന ഹാഫിളീൻ, ഞങ്ങൾ അറിവുള്ളവരായിരുന്നില്ല ലിൽ ഗൈബ്, രാത്രി ആയതിനാൽ. അങ്ങനെ തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. വേറൊരു കൂട്ടർ പറഞ്ഞത് ഞങ്ങൾ അദൃശ്യം അറിയുന്നവരായിരുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ബിന്യാമീനായിട്ട് പോയത്. ഇങ്ങനെയൊരു പിന്നെ വിഷയം നടക്കുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ ബിന്യാമീനെ കൊണ്ടുപോകുമായിരുന്നില്ല, ഞങ്ങളോട് കരാറ് ചെയ്യുമായിരുന്നില്ല. നിങ്ങളോട് കരാറ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത്. ബിന്യാമീനെ കൊണ്ടുവരും എന്ന കരാറ് ചെയ്തിട്ടാണ് ഞങ്ങൾ ബിന്യാമീനെ കൊണ്ടുപോയത്. ആ കരാറ് ഞങ്ങൾ ചെയ്യുന്ന സമയം ഇങ്ങനെ ഒരു പ്രശ്നം, മോഷണ വിഷയം ഉണ്ടാകുമെന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകുമായിരുന്നില്ല. അതാണ് വമാ കുന്നാ ലിൽ ഗൈബി ഹാഫിളീൻ. മറ്റൊരു തഫ്സീർ. പിന്നെ എന്ന് പറഞ്ഞത്
ഇതേപോലെ തന്നെ യൂസുഫിനാൽ നിങ്ങൾക്കൊരു മുസീബത്തേറ്റു, യൂസുഫിനാൽ നിങ്ങൾക്കൊരു മുസീബത്തേറ്റു, ബിന്യാമീൻ നിമിത്തവും നിങ്ങൾക്കൊരു മുസീബത്ത് ഏൽക്കും എന്നുള്ള കാര്യം അതൊരു ഗൈബാണല്ലോ. ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞങ്ങൾക്ക് അങ്ങനെ അറിയിരുന്നില്ല, അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ കൊണ്ടുപോയത് എന്നർത്ഥത്തിൽ. ഇതൊക്കെ എന്തിനാണ്? ഈ കാരണോല് പറഞ്ഞു കൊടുക്കുകയാണ് വാപ്പാൻ്റെ മനസ്സ് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ തണുപ്പിക്കണം എന്നുള്ള വിഷയം. പിന്നെ ഒരു തഫ്സീർ പറഞ്ഞത് ഒമാ കുന്നാ ലിൽ ഗൈബി ഹാഫിദ് എന്ന് പറഞ്ഞെങ്കിൽ, പിന്നെ ബിന്യാമീൻ ഈ 10 പേരോടൊപ്പം മിസ്റിലെത്തിയപ്പോൾ ബിന്യാമീൻ എപ്പോഴും ആരെ കൂടെ ഇനി ഏറെക്കുറെ യൂസുഫിൻ്റെ കൂടെ തന്നെ. ബിന്യാമീൻ അവരിൽ നിന്ന് അടർത്തപ്പെട്ടു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, അന അഹൂഖ്, ഞാൻ എൻ്റെ സഹോദരനാണ്, അതുകൊണ്ട് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ബിന്യാമീൻ എപ്പോഴും ആരുടെ കൂടെയാണ്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെയാണ്. ഇവർ പറയാണ് വാപ്പാനോട് വമാ കുന്നാ ലിൽ ഗൈബി ഹാഫിദ് എന്ന് പറഞ്ഞാൽ ബിന്യാമീൻ ഞങ്ങളോടൊപ്പം, ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഹമറത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഒക്കെ ഞങ്ങൾ ബിന്യാമീൻ്റെ കാര്യം നന്നായി അറിയുന്നവരാണ്. ബിന്യാമീൻ ഒന്നും എടുക്കുകയോ വെക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ ബിന്യാമീൻ പലപ്പോഴും ഞങ്ങളോടൊപ്പം അല്ല, ഞങ്ങളിൽ നിന്ന് ബിന്യാമീൻ ഗൈബിലാണ്, മറിഞ്ഞാണ്. അതുകൊണ്ട് ആ സമയം എന്ത് ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. വമാ കുന്നാ ലിൽ ഗൈബി ഹാഫിദീൻ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ബിന്യാമീനെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞങ്ങളിൽ നിന്ന് കൺമറഞ്ഞ് പലപ്പോഴും ബിന്യാമീൻ ഉണ്ടായിട്ടുണ്ട്. ആ സമയം എന്ത് ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയില്ല. ഇതാണ് അവർ പറയുന്നത് എന്നാണ് അതിൻ്റെ മറ്റൊരു തഫ്സീർ. ഏതായാലും ഇങ്ങനെ ഈ വിഷയത്തിൽ പല തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്. വമാ കുന്നാ ലിൽ ഗൈബി ഹാഫിദീൻ. പക്ഷെ എല്ലാ തഫ്സീറും അറിയിക്കണത് എന്താണ്? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിനെ തണുപ്പിക്കലാണ്. അത് എന്ത് ചെയ്യാണ്? ഈ മൂത്ത മകൻ റൂബീൻ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ റോബിൻ എന്ന് പറയുന്ന, അത് റൂബിനാണെന്നോ യഹൂദയാണെന്നോ ഷമൂനാണെന്നൊക്കെ പല അഭിപ്രായങ്ങൾ കാണാം. എന്തായാലും കാല കബീറുഹും, അതാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, അവരിൽ കബീർ പറഞ്ഞു ഇക്കാര്യം, ഇർജിഉ ഇലാ അബീകും ഫഖൂലു യാ അബാന ഇന്ന ഇബ്നക സറഖ് വമാ ഷഹീദ്ന ഇല്ലാ ബിമാ അലിംന. ഈ ഇന്ന ഇബ്നക സറഖ് എന്നുള്ളത് ഒരു വലിയ പ്രസ്താവനയാണ്. അവിടെ അത് ഇബ്നക്ക എന്നാണ് പറയുന്നത്. ആ പ്രയോഗം തന്നെ നോക്കി നിങ്ങൾ. ഇവർക്ക് പണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ ഒരു ഉണ്ടല്ലോ, യൂസുഫിനോട് വാപ്പാക്കൊരു എന്നുള്ള ആ ഒരു ഇതുണ്ട്, അത് ബിന്യാമീൻ്റെ വിഷയത്തിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇബ്നക്ക എന്നുള്ള പ്രയോഗം. താങ്കളുടെ മകൻ മോഷ്ടിച്ചിരിക്കുന്നു, അതൊരു കടുത്ത പ്രസ്താവനയല്ലേ. അപ്പോൾ അതിനോടനുബന്ധം അവർ പറയുന്നു വമാ ഷഹീദിന ഇല്ലാ ബിമാ അലിംന, ഞങ്ങൾ നേരിട്ടറിഞ്ഞ വിഷയമാണ്, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ബിന്യാമീൻ്റെ പാണ്ഡത്തിൽ നിന്ന് ഇതെടുത്തു, ഞങ്ങൾ അറിഞ്ഞത് എന്താണോ അതാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, സാക്ഷി പറഞ്ഞിട്ടുള്ളത്. ഇന്നബിനൊക്കെ സറക്ക എന്ന് സാക്ഷി പറഞ്ഞിട്ടുള്ളത്. സാക്ഷ്യം പറയണമെങ്കിൽ എന്ത് വേണം? സാക്ഷ്യം പറയണമെങ്കിൽ കാണണം, കേൾക്കണം, അല്ലേ? ഒരാൾ ഉടലോടെ അതിന് സാക്ഷിയാകണ്ടേ, അപ്പോഴാണല്ലോ സാക്ഷ്യം ആവുക. അതാണ് അവർ ഇവിടെ പറയുന്നത്. എന്നിട്ട് പിന്നെ അവർ പറഞ്ഞു വമാ കുന്നാ ലിൽ ഗൈബി ഹാഫിദീൻ. രാത്രി ടൈമായിരുന്നു, അതുകൊണ്ട് എന്താണ് നടന്നത് എന്നുള്ളത് ഞങ്ങൾ അറിവുള്ളവരല്ല. അല്ലെങ്കിൽ വേറെ പിന്നെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് ബിന്യാമീനെ കൊണ്ടുവരുന്നുള്ള കരാർ ചെയ്തിട്ടാണ് പോയത്. പക്ഷെ ആ കരാറെടുത്ത സമയം ഇങ്ങനെ ഒരു കാര്യം ഭാവിയിൽ നടക്കും എന്നുള്ളത് ഞങ്ങൾ അറിയുന്നവരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബിന്യാമീൻ പിന്നെ പെട്ടുപോയി എന്നുള്ള വിഷയം അവർ പറഞ്ഞു. മറ്റു അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ഇദ്ദേഹം തന്നെ ഓതി കൊടുക്കുകയാണ് ഇവർക്ക്. വസ്അലിൽ ഖറിയത്തല്ലതി കുന്നാ ഫീഹ വൽ ഈറല്ലതി അഖ്ബൽനാ ഫീഹ വഇന്നാ ലസാദിഖൂൻ. എന്താ വസ്അൽ? വസ്അൽ എന്ന് പറഞ്ഞാൽ താങ്കൾ ചോദിക്കൂ. വസ്അൽ, താങ്കൾ ചോദിക്കൂ. അൽ ഖറിയത്തല്ലതി കുന്നാ ഫീഹ. അൽ ഖറിയ എന്ന് പറഞ്ഞാൽ പട്ടണം. അൽ ഖറിയത്ത് അല്ലതി, എങ്ങനെയുള്ള പട്ടണം? കുന്ന, ഞങ്ങളായിരുന്നു, ഫീഹ, അവിടെ ഞങ്ങളുണ്ടായിരുന്ന ആ ഖറിയയോട് ചോദിക്കൂ. ഖറിയ എന്ന് പറഞ്ഞാൽ മദീനക്കാണ് പറയുക, പറഞ്ഞാൽ മദീന. എന്താ ഇതിൻ്റെ ബഹുവചനം? ഖറിയൻ്റെ ബഹുവചനം ഖുറ. ഖുറ, ഖറിയകൾ, ഉമ്മുൽ ഖുറ, ഖറിയ. ഖറ എന്നതിൽ നിന്നാണ് വരികയത്. ഖറ എന്ന് പറഞ്ഞാൽ ജമ എന്നർത്ഥം, ഒരുമിച്ച് കൂട്ടി. കുറേ ആളുകൾ കൂടുന്ന സ്ഥലം, അതാണ് ഖറിയത്ത്, അല്ലേ? ആളുകൾ കുറയുന്ന സ്ഥലം എന്താണ്?
അത് ഗ്രാമമാണ്. ഗ്രാമത്തിന് കറിയ എന്ന് പറയില്ല. ഗ്രാമത്തിന് റീഫ് എന്നൊക്കെയാണ് പറയുക. റീഫ്. കറിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കുറേ ആളുകൾ കൂടുന്ന ഇടം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു നാട് അല്ലെങ്കിൽ ഒരു പട്ടണം എന്നതിനൊക്കെ കറിയ പറയുന്നത്. മദീന കറിയയുടെ പര്യായമാണ്. പക്ഷേ മദീനയിൽ ഒന്നുകൂടി എന്താവും, ആള് കൂടും, ജനബാഹുല്യം ഉണ്ടാവും. ആ നിലക്ക് ഇത് നേരിയൊരു വ്യത്യാസം പറയപ്പെടുന്നുണ്ട്. ഇവിടെ പറയുന്നത് വസ്അലിൽ കറിയ അല്ലത്തി കുന്നഫിയ, ഞങ്ങൾ ഉണ്ടായിരുന്ന ആ കറിയോട് ചോദിക്കും. ഇവിടെ കറിയത്ത് ഏതാ? കറിയത്ത് മിസ്റാണ്, മിസ്ർ ദേശം. മിസ്റിനോട് ചോദിക്കാൻ പറയാം. വൽ ഈർ അല്ലത്തി അഖ്ബൽന ഫിഹ, വൽ ഈറിനോട്. ഈർ എന്താ? ഈർ നമുക്ക് വന്നില്ലേ? എവിടെയെന്ന്? ഈറു ഇന്നക്കും ലസാരിഖും എന്നാണോ? ഈർ എന്നല്ല അവരോട് പറഞ്ഞത്, നിങ്ങൾ മോഷ്ടാക്കളാണെന്ന് പറഞ്ഞത്. ഈർ നമ്മളൊന്ന് പറഞ്ഞില്ലേ? ഈറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തേ പറഞ്ഞതെന്ന്? എന്തോ ഒരു സംഭവം പറഞ്ഞില്ലേ? ഈർ ഖുറൈശ് പറഞ്ഞേ. പിന്നെന്തോ ഒരു കാര്യം പറഞ്ഞേ, ഓർക്കണില്ല? എന്തോ എന്ന് പറഞ്ഞില്ലേ? ഒരു പ്രധാന വിഷയം പറഞ്ഞില്ലേ? തൈഫ്. ഇവിടെ ഈർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശം യാത്രാസംഘമാണ്. ഈർ എന്ന് പറഞ്ഞെങ്കിൽ ശരിക്കും ഒട്ടകങ്ങളാണ്, അല്ലെങ്കിൽ പിന്നെ യാത്രാമൃഗങ്ങളായ കഴുതകളാണ്. അക്രമക്കുമുള്ള യാത്രാമൃഗങ്ങളായ കഴുതകൾ അല്ലെങ്കിൽ പിന്നെ ഒട്ടകങ്ങൾ, അതാണ് ശരിക്കും ഈർ. പിന്നെ അത് യാത്രാ സംഘത്തിന് മൊത്തത്തിൽ പറയും, ഈ കച്ചവട സംഘത്തിന് അല്ലെങ്കിൽ സ്വാർത്ഥവാഹക സംഘത്തിന് പറയും ഈർ ഖുറൈശ്. ഖുറൈശികളുടെ ഈർ എന്നല്ല പറഞ്ഞത്. അബൂ സുഫിയാൻ്റെ യാത്രാ സംഘം പറഞ്ഞിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണേ, ഹാദിഹി ഈർ ഖുറൈശ്, ഇതാ ഖുറൈശികളുടെ ഈർ വരുന്നു. അതേപോലെ തന്നെ ഈർ അബൂ സുഫിയാൻ്റെ ഈർ വരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? ബദർ യുദ്ധത്തിൻ്റെ കാരണമായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കാം അതിനന്വേഷിച്ച് പുറപ്പെടാൻ പോയപ്പോൾ. തയ്യ് വൽ ഈറ എന്നാണ് വസ്അലിൽ ഈറ എന്നർത്ഥം. ഈറിനോട് ചോദിക്കൂ. അല്ലത്തി എങ്ങനെയുള്ള ഈറാണ്? അക്ബൽന ഫീഹ, അക്ബൽന ഞങ്ങൾ വന്നു, ഫീഹ അതിൽ. അപ്പോൾ കനാൻ ദേശത്ത് നിന്ന് മിസ്റിലേക്ക് പോയവരിൽ ഇവർ മാത്രമല്ല, പിന്നെ വേറെയും ആളുകളുണ്ട്, യാത്രാസംഘമുണ്ട്. അപ്പം ഞങ്ങൾ ഏതൊരു ഈറിലാണോ വന്നത് അവരോടും ചോദിക്കൂ എന്നാണ്. ഈർ ശരിക്ക് ഈ ദഹാബ് ഇയാബ് അതിനാണ് പറയാം. ദഹാബ് ഇയാബ്. ദഹാബ് പറഞ്ഞാൽ പോവുക, ഇയാബ് എന്ന് പറഞ്ഞാൽ വരിക, പോക്കുവരവിനാണ് അത് പറയുക. പോക്കുവരവ് പണ്ട് കാലങ്ങളിലൊക്കെ ഒട്ടകപ്പുറത്ത്, കഴുതപ്പുറത്ത്, അക്രമക്കുമുള്ള അല്ലെങ്കിൽ കുതിരപ്പുറത്ത് ഇങ്ങനെയല്ലേ. അതുകൊണ്ട് തന്നെ ഈറിനെ ഈ ഒട്ടകങ്ങൾക്ക്, യാത്രാമൃഗങ്ങളായ ഒട്ടകങ്ങൾക്ക്, കഴുതകൾക്ക്, അക്രമക്കുമുള്ള അതേപോലെ കുതിരകൾക്ക് ഇങ്ങനെയാണ് പറയുക. ഇവിടെ വസ്അലിൽ ഖറിയത്തല്ലത്തി കുന്ന ഫീഹ വൽ ഈറല്ലത്തി അഖ്ബൽന ഫീഹ, കനാൻ ദേശത്ത് നിന്നാണ് ചോദിക്കേണ്ടത്. ആരോട് ചോദിക്കേണ്ടത്? ഖറിയ, മിസ്റിനോട്. അതല്ലേ ഖറിയത്തല്ലത്തി കുന്ന ഫീഹ, ഞങ്ങളായിരുന്ന നാട് എന്ന് പറയുമ്പോൾ. അപ്പോൾ എങ്ങനെ ചോദിക്കണമെങ്കിൽ ആളെ വിടണം. കനാൻ ദേശത്താണ് ആരുള്ളത്? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്, ദുവാപ്പുള്ളത്. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യണം? ഒരാളെ വിടണം അവിടെ പോയിട്ട് ചോദിക്കാൻ അല്ലേ. പിന്നെ ഈ ഖറിയയോടാണ് ചോദിക്കണത്. അവിടുത്തെ ആ അഹ്ലുൽ ഖറിയാണ്, പട്ടണവാസികളോടാണ് ചോദിക്കേണ്ടത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വസ്അലിൽ ഖറിയ, ഖറിയയോട് ചോദിക്കാനാണ്. ശരിക്ക് ഖറിയ എന്നുള്ളതുണ്ടല്ലോ, പിന്നെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്ന് പറഞ്ഞെങ്കിൽ ആ നാടും ആ നാട്ടുകാരും ഖറിയ എന്നതിൽ ഉദ്ദേശം ആണ്. ഒരു ഖറിയാകുമ്പോൾ കേവലം ഒരു സ്ഥലമല്ല, പിന്നെയോ ആളുകൾ കൂടിയ സ്ഥലത്തിനാണ് ഖറിയ എന്ന് പറയാം. അപ്പോൾ വസ്അലിൽ ഖറിയ എന്ന് പറഞ്ഞാൽ ആ നാടിനോട് ചോദിക്കും എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാരോട് ചോദിക്കൂ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. അത് വ്യക്തമാണ്. അഹ്ലുൽ ഖറിയ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും നാട്ടിലുള്ള ആളുകളോട് ചോദിക്കുക എന്നാണ്. വസ്അലിൽ ഖറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖറിയ എന്ന നാടിന് പറയാൻ കാരണം അവിടെ ആളുള്ളത് കൊണ്ടാണ്. പിന്നെ ഇവിടെ ചോദിക്കുന്ന ആൾ നബിയാണ്. ശരി, ഒരു നബിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആൾ വേണം ചോദിക്കാൻ, ഒരു കാര്യം തിട്ടപ്പെടുത്താൻ. ഒരു നബിയെ സംബന്ധിച്ചിടത്തോളം അല്ലേ, ഒരു അചേതനമായ വസ്തുവിനോട് ചോദിച്ചൂടെ? കാരണം അചേതനമായ വസ്തുക്കൾ നബിമാരോട് പ്രതികരിക്കും മുഅ്ജിസത്ത് എന്ന നിലക്ക്. ഇത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കാൻ പറഞ്ഞ വസ്അലിൽ ഖറിയ. അതുകൊണ്ട് തന്നെ അവിടെ ഇനി ആളുകളോട് എന്ന് സങ്കല്പിച്ചിട്ടില്ലെങ്കിലും ശരിയാണ്. ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ചോദിച്ച് തിട്ടപ്പെടുത്താം. അചേതനമായിട്ടുള്ളൊരു
വസ്തുവിനോട് ചോദിച്ച് തിട്ടപ്പെടുത്താം, മുഅ്ജിസത്ത് എന്ന നിലക്ക്. അപ്പോൾ ഇവിടെ രണ്ട് നിലക്ക്, ഇവിടെ വസ്അലിൽ ഖറിയ എന്നുള്ളിടത്ത് പിന്നെ ഇനി വസ്അൽ അഹ്ലൽ ഖറിയ, ആ നാട്ടിലെ ആളുകളോട് ചോദിക്കുക എന്നുള്ളത്, ആളുകൾ എന്നുള്ളത് സങ്കല്പിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ ചോദിക്കാൻ ആരോട് തന്നെയാണ്? അവിടെയുള്ള ആളുകളോടാണ്. കാരണം ഖറിയ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ അവിടെ ആളുകൾ യഥാർത്ഥത്തിൽ ഉദ്ദേശമാണ്. അല്ലത്തി കുന്നാ ഫീഹ. പിന്നെ ഈർ എന്ന് പറയുമ്പോൾ ഇതേപോലെ ഒട്ടകങ്ങളും കഴുതകളും ഒക്കെയാണ്, അതിനോട് ചോദിക്കാനാണ്. ഇവിടെ പിന്നെ ഒട്ടകങ്ങളും ഈ യാത്രാമൃഗങ്ങളായ കഴുതകളും അക്രമക്കുമുള്ള അത് താനേ പോയി വരൂല. പിന്നെ അതിൻ്റെ കൂടെ ആരുണ്ടാവും? അതിനെ നയിക്കുന്നവരും തുളിക്കുന്നവരും അതിന് സവാരി ചെയ്യുന്നവരും ഉണ്ടാവില്ലേ. അപ്പോൾ ഈറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പദപ്രയോഗം തന്നെ അറിയിക്കുന്നത് അത് ആളുകളോടൊപ്പമാണ് എന്നുള്ളത്. ആളുകൾ ഉണ്ടെങ്കിലേ അതെന്താകുള്ളൂ, ഈറാകുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ ഈറിൻ്റെ ആളുകളോട് എന്ന് പറയേണ്ട കാര്യമില്ല. ഈറിനോട് ചോദിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അവിടെ ആളുകൾ ഓൾറെഡി ഉണ്ട്. വസ്അലിൽ ഖറിയത്തല്ലത്തി കുന്നാ ഫീഹ വൽ ഈറല്ലത്തി അഖ്ബൽനാ ഫീഹ. പിന്നെ വീണ്ടും ഇതും പറഞ്ഞു കൊടുക്കുകയാണ്. വ ഇന്ന ലസാദിഖൂൻ, വ ഇന്ന തീർച്ചയായും ഞങ്ങൾ ലസാദിഖൂൻ. എന്താ ലസാദിഖൂൻ? സാദിഖൂൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധന്മാർ, സത്യം പറയുന്നവർ. ലസാദിഖൂൻ എന്ന് പറഞ്ഞാൽ സത്യം പറയുന്നവർ തന്നെയാണ്. ഇന്ന തീർച്ചയായും ഞങ്ങൾ എന്നാണ്. അത് ഇതും പറയാണ്. കാരണം മുമ്പ് ഒരു പാപ്പാനോട് പറഞ്ഞാണെന്ത്, വലൗ കുന്നാ സാദിഖീൻ, ഞങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കൂല എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇവരുടെ ഞങ്ങൾ സത്യവാന്മാരാണെന്നുള്ള പറച്ചിലുണ്ടല്ലോ, അത് വാപ്പാൻ്റെ അടുക്കൽ അത്ര പിന്നെ യേശും എന്നുള്ളത് അറിയില്ല. ഏതായാലും അവിടെ പറഞ്ഞതുപോലെയല്ല വലൗ കുന്നാ സാദിഖീൻ എന്നല്ല, അതേപോലെ ഇവിടെ ഇന്നാല സാദിഖൂൻ എന്നുള്ളത് തീർപ്പാക്കി തറപ്പിച്ച് പറയാണ് ഈ ശൈലി. ഇന്ന ല പിന്നെ ഇത് ഇസ്മു ഫായിലാണ് നമ്മൾ പറഞ്ഞത്, സാദിഖൂൻ. അത് പിന്നെ ഞങ്ങൾ സത്യവാന്മാരാണ് എന്നുള്ളതിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശൈലികളാണ്. അലാ കുല്ലിൻ, പിന്നെ ഇവരിൽ മുതിർന്ന വ്യക്തിത്വം സഹോദരങ്ങളെ മിസ്റിൽ നിന്ന് കൻആനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവർ പോകാൻ വിസമ്മതിക്കുകയാണ്. 2 പേർ കൂടല്ലാതെ 11 പേര് വന്നിട്ട് 9 ആൾ പോകുമ്പോൾ അവർക്ക് ഭയങ്കര പ്രയാസമാണ്, അവർ പോകാൻ വിസമ്മതിക്കുകയാണ്. അപ്പോൾ മുതിർന്നവൻ എന്താണ്, വാപ്പാൻ്റെ അടുക്കലേക്ക് അവരെ മടക്കി വിടുകയാണ്. മടക്കി വിടുമ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താണ് വാപ്പാനോട് ചെന്നിട്ട് പറയേണ്ടത് എന്നുള്ള കാര്യം അവർ പറഞ്ഞു കൊടുക്കണമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറ ഫസബ്റുൻ ജമീൽ അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. എന്താ ഖാല, അപ്പോൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താ ഇവിടെ നമ്മൾ ഇവരിപ്പോൾ എന്ത് ചെയ്തു, മിസ്റിൽ നിന്ന് മടങ്ങി, അങ്ങനെ വാപ്പാൻ്റെ അടുക്കലെത്തി. എന്നിട്ട് സഹോദരൻ പറഞ്ഞതൊക്കെ എന്ത് ചെയ്തു, വാപ്പാനോട് പറഞ്ഞു. അപ്പോൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഖാല അത് കേട്ടതിന് ശേഷം, ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറ. ബൽ എന്ന് പറഞ്ഞാൽ പ്രത്യുത, ഈ ഇദ്റാബിൻ്റെ ബൽ എന്ന് പറയും. നിങ്ങളിപ്പോൾ ഈ അവതരിപ്പിക്കുന്നത് പോലെയൊന്നുമല്ല വിഷയം എന്നുള്ള അർത്ഥത്തിൽ. സവ്വലത് ലക്കും അൻഫുസുകും അംറൻ. എന്താ സവ്വലത്ത് എന്ന് പറഞ്ഞാൽ അവിടുന്ന് സയ്യനത്ത്, സവ്വലത്ത് നമുക്ക് മുമ്പ് വന്നില്ലേ, ഇത് വന്ന് 18-ാമത്തെ ആയത്തല്ലേ. സവ്വലത് ലക്കും അൻഫുസുകും അംറ ഫസബ്റുൻ ജമീൽ. ഇതേപോലെ വന്നാണ് സൂറത്ത് യൂസുഫിൽ. വേറൊരിടത്തും വന്നിട്ടുണ്ട് സവ്വലത്ത്. വകദാലിക സവ്വലത് ലി നഫ്സി. എവിടെയാണ് സവ്വലത് ലി നഫ്സി മാ ബാലുക യാ സാമിരി എന്ന് പറയില്ലേ. ബസർതു ബിമാ ലം യബ്സുറു ഫഖബൽതു ഖബ്ലതൻ മിൻ അസരി റസൂലി ഫനബത്തുഹ കദാലിക സവ്വലത് ലി നഫ്സി. സൂറത്ത് ആയിൽ എനിക്കെൻ്റെ നഫ്സ് അപ്രകാരം തോന്നിപ്പിച്ച് അല്ലെങ്കിൽ അലങ്കരിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞില്ലേ, സാമിരി പറഞ്ഞില്ലേ പശുക്കുട്ടീനെ ഉണ്ടാക്കിയ വിഷയത്തിൽ. സവ്വലത്ത് എന്ന് പറഞ്ഞാൽ സയ്യനത്ത്. സവ്വലത് ലക്കും അൻഫുസുക്കും, നിങ്ങളുടെ നഫ്സുകൾ നിങ്ങൾക്ക് അലങ്കരിച്ചു തന്നു. അമ്രൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാര്യം. ഫസബറുൻ ജമീൽ. ഇവിടെ ഫ എന്ന് പറഞ്ഞാൽ ഫൗൽ ഫസീഹ എന്ന് പറയില്ലേ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ നഫ്സുകൾ എന്തൊക്കെയോ അലങ്കരിപ്പിച്ച് തോന്നിപ്പിച്ച് തരുന്നു.
നിങ്ങളത് ചെയ്യുന്നു, നിങ്ങളത് പറയുന്നു. അതിനാൽ സബറുൻ ജമീൽ. ദ സബറുൻ ജമീൽ ആ ഭംഗിയായി ക്ഷമിക്കുക തന്നെ സബറുൻ ജമീൽ. നമ്മൾ പറഞ്ഞില്ലേ സബറുൻ ജമീൽ എന്ന് പറയുമ്പോൾ അതിനൊരു സാങ്കേതിക ഭാഷ ഉണ്ട് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അന്ന് നമ്മൾ ഈ ആയത്ത് 18-ാമത്തെ ആയത്തിൽ എന്താ കണ്ടില്ല? പിന്നെ അവിടെ നമ്മൾ പറഞ്ഞില്ലേ ഈ സബറുൻ ജമീലിൻ്റെ വിഷയം. പിന്നെ സബറുൻ ജമീലുണ്ട്, അതേപോലെ 2 ജമീലുകൾ വേറെ ഉണ്ട് വിശുദ്ധ ഖുർആനിൽ. വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബ് ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കിണറ്റിൻ്റെ ആഴിയിലേക്ക് ഇട്ടതിന് ശേഷം യൂസുഫിൻ്റെ കുപ്പായം കൂടി ഊരിയിട്ടാണ് അവരിട്ടത്. എന്നിട്ട് ആ കുപ്പായത്തിന്മേലാണ് വ്യാജ രക്തം വെച്ച് തേച്ച് അവർ കൊണ്ടുവന്നിട്ട് വാപ്പാക്ക് കാണിച്ചു കൊടുക്കുന്നത്, ചെന്നായി തിന്നിട്ടുണ്ട് എന്നാണ്. അപ്പോഴാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറ ഫസബ്റുൻ ജമീൽ എന്ന് പറഞ്ഞു. സബ്റുൻ ജമീൽ എന്നതുപോലെ തന്നെ വേറെ ഒന്നാണെന്ത്? വഹ്ജുറുഹും ഹജ്റൻ ജമീല, ഹജ്റുൻ ജമീൽ അല്ലേ. അതേപോലെ തന്നെ ഫസ്ഫഹി സഫ്ഹൽ ജമീൽ, സഫ്ഹൽ ജമീൽ, സഫ്ഹുൻ ജമീൽ, അതേപോലെ തന്നെ ഹജ്റുൻ ജമീൽ, പിന്നെ സബ്റുൻ ജമീൽ. വിശുദ്ധ ഖുർആനിൽ വന്ന 3 ഇതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് ഒരു പുസ്തകം തന്നെ ഉണ്ട് ഈ പേരിൽ, ഈ പേരിൽ, അതായത് ഹജ്റുൻ ജമീൽ, സഫ്ഹുൻ ജമീൽ, സബ്റുൻ ജമീൽ. സബ്റുൻ ജമീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടപ്പുകളോട് യാതൊരു ആവലാതിയും സങ്കടവും ഇല്ലാതെ ക്ഷമിക്കുന്നതിനാണ് പറയുക. യാതൊരു ആവലാതിയും ഇല്ലാതെ ഉള്ള ക്ഷമ, അതാണ് സബ്റുൻ ജമീൽ. സഫ്ഹുൻ ജമീലുണ്ട്, അതേപോലെ തന്നെ ഹജ്റുൻ ജമീലും ഉണ്ട്. 2 വിശുദ്ധ ഖുർആനിൽ വന്ന ഫസ്ഫഹി സഫ്ഹൽ ജമീൽ. സഫ എന്ന മാപ്പ് കൊടുക്കലാണ്. സഫ്ഹുൻ ജമീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികാരമൊന്നും ചെയ്യാതെ മാപ്പ് കൊടുക്കുക. ഹജ്റുൻ ജമീൽ എന്ന് പറഞ്ഞാൽ ഹജ്റും അതേപോലെ തന്നെ ഒഴിവാക്കുക. വഹ്ജുറുഹും ഹജ്റൻ ജമീല എന്ന് പറഞ്ഞത് ഇങ്ങോട്ട് പറഞ്ഞതിന് അങ്ങോട്ടൊന്നും പ്രതികരിക്കാതെ അവരെ വിട്ടു നിൽക്കുക, ഒഴിവാക്കുക. സബറുൻ ജമീൽ എന്ന് പറഞ്ഞെങ്കിൽ അതാണ് യാതൊരു പരാതിയില്ലാതെ സങ്കടമില്ലാതെ ക്ഷമിക്കുക, സങ്കടം പടപ്പുകളോടില്ലാതെ. ഇവിടെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അതല്ല വിഷയം. സവ്വലത്തിലക്കും അംഫുസുക്കും അംറ, എന്തോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ നഫ്സുകൾ അലങ്കരിച്ച് തരുന്നു. അതിനാൽ സബറുൻ ജമീൽ, യാതൊരു ആളോടും യാതൊരു സങ്കടവും ബോധിപ്പിക്കാതെ ക്ഷമിക്കുക തന്നെ എന്നാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. അന്ന് നമ്മൾ ചരിത്രം പറഞ്ഞത് അവിടെ ആ ആയത്തിൽ പറഞ്ഞത് ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ എന്നാണ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ എന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞത് അത് ചരിത്രത്തിൽ പറഞ്ഞൊരു സംഭവം എന്താ? ഫസബ്റുൻ ജമീൽ ആ സംഭവം പറയുന്നുണ്ട്, എനിക്കിപ്പോൾ പറയാനുള്ളത് പ്രതികരിക്കാനുള്ളത് അബൂ യൂസുഫ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാണ് പറയുന്നത്. ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. ആരെ പറഞ്ഞേ? ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല തന്നെയാണ് പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് അപവാദ പ്രചരണം കൊടുമ്പിരിക്കൊണ്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെ വിഷമിച്ച് വലഞ്ഞ് ആ നീണ്ട നാളുകളുണ്ടല്ലോ, അത് 10-40 നാളുകൾ അത് കഴിഞ്ഞപ്പോൾ ഇവരറിയണില്ലല്ലോ ഈ വിഷയം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അവരോട് ആയിഷ റളിയല്ലാഹു തആലയോട് വീട്ടിൽ പോകാൻ പറഞ്ഞ് അവരനുവാദം ചോദിച്ചു പോയി. ആ നാളുകൾ തുടർന്ന് ആ സന്ദർഭത്തിലുണ്ടല്ലോ, പിന്നെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാവരോടും ഉറപ്പ് വരുത്താണ് ഇങ്ങനെ നടന്നിട്ടുണ്ടോ ഇല്ലേ. സഫ്വാൻ ഇബ്നു മുഅത്തൽ അസ്സുലമി ആയിഷ റളിയല്ലാഹു തആലയോട്ടുള്ള തിരിച്ചുവരവിൽ മടക്കയാത്രയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം സംഭവിച്ചിട്ടുണ്ടോ, ഈ അപവാദ പ്രചരണം സത്യമാണോ എന്നുള്ള അപവാദ പ്രചരണത്തിൻ്റെ വിഷയം സത്യമാണോ എന്നുള്ള വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളിൽ നിന്ന് അഭിപ്രായം എടുത്ത അൻസാരികളെയും മുഹാജിറുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് സംസാരിച്ചൊക്കെ വിഷയം ഉണ്ടായില്ലേ. അപ്പോഴത്തേക്ക് റസൂലുള്ളാഹി, ഇതിപ്പോൾ ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് അല്ല പ്രശ്നമായിരിക്കാം, ആ നുബൂവത്തിൻ്റെ മഖാമിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഇതിൻ്റെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്,
ഇത് പ്രചരണം കൊടുമ്പിരി കൊള്ളിക്കുന്നത്. ഏതായാലും പിന്നെ അതിൻ്റെ അവസാന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറ്റ രോഗിയായി അവശയായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിസ്ലാസം തങ്ങൾ പറയുന്നത്, ആയിഷ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹിനോട് പൊറുക്കലിനെ തേട് എന്നിട്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ പിന്നെ വാപ്പാനോട് ചോദിക്കാൻ പറയുന്നത് അബൂബക്കർ അള്ളഹാനോട്, അദ്ദേഹം കൈ മലർത്തുന്ന അവസ്ഥ. ഉമ്മയോട് ചോദിക്കാൻ പറയുമ്പോൾ ഉമ്മുൽ ഖൈർ കൈ മലർത്തുന്ന അവസ്ഥ. അവസാനം അവർ പറയാണ്, എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് അബൂ യൂസുഫ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ആ ഒരു പ്രതികരണമാണ്. അത് ഫസബറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്ട് ഒരു കിടക്കുന്നത്. പിന്നെ റസൂലുള്ള വേർപ്പിൽ കുളിച്ചു. അപ്പോൾ പിന്നെ വഹയിറങ്ങാണ്. അബൂബക്കർ റളിയല്ലാഹുവിനും ഉമ്മുൽ ഖൈറിനും ഒക്കെ ഉദ്വേഗം, ഉമ്മുറുമാനും ഉദ്വേഗം കൂടി, ടെൻഷൻ കൂടി. ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ആശ്വാസവും കൂടി. അപ്പോൾ പിന്നെ ആ കിടത്തത്തിൽ എഴുന്നേറ്റാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ചിരിക്കുന്നു. ഏതായാലും പിന്നെ ഈ ഫസബ്റുൻ ജമീൽ മഹദി ആയിഷയും പറഞ്ഞതാണ്. ആരോടും യാതൊരു വിഷമവും ബോധിപ്പിക്കാനില്ല, സങ്കടം പറയാനില്ല. ആരോടല്ലാതെ? അള്ളാഹിനോടല്ല. അങ്ങനെ ക്ഷമിക്കുന്ന, ആരോടും വിഷമം ബോധിപ്പിക്കാതെ ക്ഷമിക്കുന്നതിനാണ് സബ്റുൻ ജമീൽ എന്ന് പറയും. അതാണ് ഇവിടെ അദ്ദേഹം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ചത്. എന്നിട്ട് അദ്ദേഹം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അനുബന്ധം പറഞ്ഞു, അസല്ലാഹു അൻ യഅ്തിയനി ബിഹിം ജമീഅ. എന്താ അസല്ലാഹു അൻ യഅ്തിയനി ബിഹിം ജമീഅ, അവരെ എല്ലാവരെയും എൻ്റെ അടുക്കലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അൻ യഅ്തിയനി എൻ്റെ അടുക്കലേക്ക് എത്തിക്കും, ബിഹിം അവരെ, ജമീഅൻ എല്ലാവരെയും. ഇവിടെ എൻ്റെ അടുക്കലേക്ക് അവരെ എല്ലാവരെയും കൊണ്ട് എത്തും എന്നാണ്. എത്തിയനി ബിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു എൻ്റെ അടുക്കലെത്തും അവരെയും കൊണ്ട് എന്നാണ് ആ പ്രയോഗം അറിയിക്കുന്നത്. ഉദ്ദേശം അള്ളാഹു അവരെ എല്ലാവരെയും എൻ്റെ അടുക്കലേക്ക് എത്തിക്കും. അവരെ ബിഹിം എന്ന് പറയുമ്പോൾ എന്തായി? ജമ്മായില്ലേ? അത് അഹബായ യൂസുഫും അസ്ഗറായ ബിനിയാമീനും പിന്നെ കബീറായ സഹോദരനും, അത് അവരിൽ മൂത്ത ആളും. അതാണ് അസല്ലാ. ഇവിടെ ഈ അസ എന്നുണ്ടെങ്കിൽ എത്തിച്ചേക്കാം എന്നുള്ളതല്ല, പിന്നെയോ അതൊരു തഹ്ഖീഖിൻ്റെ വർത്താനാണ്. എത്തിക്കും എന്നുള്ള പ്രതീക്ഷ നിർഭരമായിട്ടുള്ള പ്രയോഗം തന്നെയാണ്. അസല്ലാഹു അൻ യഅ്തിയനി ബിഹിം ജമീഅ, അള്ളാഹു അവരെ എല്ലാവരെയും എൻ്റെ അടുക്കലേക്ക് എത്തിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ പൂർണ്ണമായ വർത്താനം. ഇന്നഹു ഹുവൽ അലീമുൽ ഹക്കീം. ഇന്നഹു കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുവൽ അലീമു അൽ ഹക്കീം, അവൻ അത്രേ അൽ അലീം എല്ലാ സൂക്ഷ്മമായി അറിയുന്നവൻ, അൽ ഹക്കീം ഹിക്മത്തുടയവൻ. നമുക്ക് പലപ്പോഴും വന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്നഹു അൽ അലീമുൽ ഹക്കീം. വതവല്ല അൻഹും, വതവല്ല അൻഹും എന്ന് പറഞ്ഞാൽ തവല്ല യാക്കൂബ് അലൈഹിസ്സലാം. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അവരിൽ നിന്ന് തിരിഞ്ഞു. അറളാനും അവരിൽ നിന്ന് തിരിഞ്ഞു, പുറംതിരിഞ്ഞു, അവരിൽ നിന്ന് തനിച്ചായി എന്നുള്ള ഉദ്ദേശത്തിൽ ഈ മക്കളിൽ നിന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തിരിയുകയും തനിച്ചാവുകയും ചെയ്തു. വഖാല, അദ്ദേഹം പറഞ്ഞു, യാ അസഫ അല യൂസുഫ്, യാ അസഫ അല യൂസുഫ്. അസഫ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ അസഫ് എന്ന് പറഞ്ഞാൽ അൽ ഹുസ്നു ഷദീദ്, അങ്ങേയറ്റത്തെ ദുഃഖം, തീവ്രമായ ദുഃഖം, വിഷമം. യാ അസഫ എന്നാണ്. യാ അസഫ എന്ന് പറഞ്ഞാൽ യാ അസഫി എന്നാണ്, എൻ്റെ ദുഃഖം എന്നുള്ളത്. അതൊക്കെ ഒരു പ്രയോഗമാണ്. യാ എന്നുള്ളത് ഒരാളെ വിളിക്കാനല്ലേ, വിട്ടുള്ള ഒരാളെ വിളിക്കാനാണ് യാ പ്രയോഗിക്കുക. ഇവിടെ അസഫ എന്നാണ്. അസഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ അലിഫുണ്ടല്ലോ, അത് യാഇനെ അലിഫാക്കിയതാണ്. അസഫി എന്നാണ്, എൻ്റെ ദുഃഖം, എൻ്റെ വിഷമം എന്നുള്ളതാണ്. എനിക്ക് വിഷമമുണ്ട് എന്നുള്ളത് ഉണ്ടല്ലോ, അത് അറിയിക്കാൻ കൂടിയാണ് ഈ ഒരു വിളി. ഏതായാലും വഖാല യാ അസഫ എന്ന് പറഞ്ഞാൽ എൻ്റെ ദുഃഖം എന്ന് അദ്ദേഹം പറയാണ്. ദുഃഖം ആരുടെ വിഷയത്തിനാണ്? അല യൂസുഫ്, യൂസുഫിൻ്റെ വിഷയത്തിൽ എൻ്റെ വിഷമം എന്ന് അദ്ദേഹം കരഞ്ഞ് പറയാണ്. ഇവിടെ ആരെ വിളിക്കേണ്ടത് ശരിക്ക്? യാ അസഫ അല യൂസുഫ്. യൂസുഫ് എന്നോ
മറഞ്ഞ ഒരു വ്യക്തിത്വമല്ലേ. ഇവിടെ അസ്ഗറും കബീറുമാണ്, ബിനിയാമീനും ഈ കബീറാണ്. പക്ഷേ ഇവരെല്ലാം പ്രശ്നം ആരാണ്? യൂസുഫാണ്. അതെന്തുകൊണ്ട്? ഇവരുടെ നഷ്ടം, രണ്ടാളുടെയും നഷ്ടം ഉണ്ടല്ലോ, ആ നഷ്ടത്തിൻ്റെ വിഷമം അത് ഏതിന് കാരണത്താലാണ്? ഈ നഷ്ടം കാരണത്താലാണ്. ഇതാ ഇവർ ബിനിയാമീൻ ഒരു മോഷണ കുറ്റത്തിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുതിർന്ന സഹോദരനും അവിടെ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താങ്ങാവുന്നൊരു വിഷയമാണ്. അതാണ് ആദ്യത്തെ വാർത്ത എങ്കിൽ. പക്ഷേ അതല്ല ആദ്യത്തെ വാർത്ത. നഷ്ടത്തിൻ്റെ ആദ്യത്തെ വാർത്ത ഇതാണ്. ഈ ഒരു നഷ്ടമുള്ളത് കൊണ്ടാണ് ഇത് രണ്ടും എന്തായത് വലിയ വിഷമത്തിൻ്റെ വിഷയമായത്. അതുകൊണ്ടാണ് യാ അസഫ അല യൂസുഫ എന്നിവിടെ പറയുന്നത്. കാരണം ഇവിടെ നഷ്ടപ്പെട്ടത് ആരാണ്? ഈ ബിനിയാമീനും റൂബിനും അല്ലേ. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എന്ത് ചെയ്യുന്നത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് യാ അസഫ അല യൂസുഫ്. പിന്നെ ഇവർ രണ്ടാളും ജീവനോട് ഉടലോടെ ഉണ്ട്. ഇത് ഉടലോടെ ഉണ്ടോ എന്നുള്ളത് അത് അതൊരു വിഷയമാണല്ലോ. ഇനി ഉടലോടുണ്ടെങ്കിൽ തന്നെ എന്ത് അവസ്ഥ എന്നാണ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ സംബന്ധിച്ചിടത്തോളം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വിഷയത്തിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. പക്ഷേ യൂസുഫ് എങ്ങനെയായിരിക്കും എന്നുള്ളതിൽ അതാണ്ട് അബു അലി അൽ വറാഖ് തഫ്സീറിൽ വായിച്ചതാണ്. അദ്ദേഹം പറയാണ്, അദ്ദേഹം ഇസ്രായേലി കഥകൾ വായിച്ചിട്ടാണ് പറയുന്നത്. പിന്നീട് ഇവർ സന്ധിച്ചപ്പോൾ കാരണം ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ യാ അസഫ എന്ന് പറഞ്ഞ് കരച്ചിലിൻ്റെ നാളുകളാണ്. ആ നാളുകൾ തുറന്നപ്പോഴാണ് വബിയദ്ദത് ഐനാഹു മിനൽ ഹുസ്ൻ, ഇരു കണ്ണുകളും വെളുത്തുപോയി എന്നാണ്. അത് മിനൽ ഹുസ്ൻ, വിഷമം കാരണത്താൽ. അപ്പോൾ പിന്നീട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പയോടൊത്ത് സന്ധിച്ചപ്പോൾ വാപ്പനോട് യൂസുഫ് ചോദിക്കുന്നുണ്ട്, യാ അബത്ത, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞത് എന്ന് ചോദിക്കണം. എത്രമാത്രം എന്തിനാണ് നിങ്ങൾ കരഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയില്ലേ നമ്മൾ സ്വർഗത്തിൽ സമ്മേളിക്കുമെന്ന്? അതാണ്, സ്വർഗത്തിൽ നമ്മൾ സമ്മേളിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് കരഞ്ഞത്, ഇത്രമാത്രം കരഞ്ഞത് എന്ന് ചോദിക്കണം. അപ്പം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, യാ ബുനൈ ഇന്ന ഹുനാക തുറുഖൻ, ഒരു വഴിയല്ല പല വഴികളാണ്. ഖിഫ്തു അൻ തസ്ലുക തരീഖൻ വ അസ്ലുക തരീഖൻ, നീ ഒരു വഴിയിലും ഞാൻ വേറൊരു വഴിയിലുമായി പോകുമോ എന്ന് ഞാൻ പേടിച്ചു, അതിനാലാണ് ഞാൻ കരഞ്ഞത്. അല്ലേ, ഒരേ വഴിയിൽ പോയാലല്ലേ സ്വർഗത്തിൽ ഒന്നിക്കുക. പക്ഷെ നീ ഒരു വഴിയിലും ഞാനൊരു വഴിയിലുമായി പോയാൽ എന്താകും, ഇതാലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു എന്നാണ്. മനസ്സിലെ, അതാണ് ഇവിടെ വിഷയം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉടലോടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ ഏത് വഴിയിൽ അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിലായിരുന്നുവെങ്കിൽ ഇത് കുട്ടിയാകുമ്പോൾ എടുത്തുകൊണ്ടായതാണ്. ഈ തർബിയത്ത്, അതേപോലെ തന്നെ ഇസ്ലാഹ്, തഅലീം, തഅദീബ്, ഇതൊന്നും എന്തില്ല വേണ്ട വിധം നടത്താനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് വഴിയെയാണ് യൂസുഫ് എന്നുള്ളതാണ് വിഷയം. ഇവിടെ എനിക്കൊന്ന് തഫ്സീറുൽ ഖുർത്തുബിയിൽ ഞാൻ ഇതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് പറയാതെ, ഇവിടെ ഈ മക്കളിൽ നിന്ന് തിരിഞ്ഞ് തനിച്ചായി യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ അസഫ അല യൂസുഫ് വബിയദ്ദത് ഐനാഹു. വബിയദ്ദത്ത് എന്നാണ് എന്താ? ഇബിയദ്ദ എന്നാണ് വെളുത്തു എന്നാണ്. വബിയദ്ദത് ഐനാഹു, അദ്ദേഹത്തിൻ്റെ ഇരു കണ്ണുകളും വെളുത്തു. മിനൽ ഹുസ്നി, ഹുസൻ എന്ന് പറഞ്ഞാൽ ഹുസൻ എന്ന് പറഞ്ഞാൽ ദുഃഖം. ഇത് ഇവിടെ ഹുസൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുഖ, കരച്ചിൽ. ദുഃഖം എന്നാണ് പറഞ്ഞത്, ശരിക്കും ഇവിടെ കരച്ചിലാണ്. കരച്ചിൽ കാരണത്താൽ വബിയദ്ദത് ഐനാഹു എന്ന ഫഹുവ കദീം. എന്താ ഈ കണ്ണുകൾ കരച്ചിൽ കാരണത്താൽ വെളുത്തു. കരച്ചിൽ കാരണത്താൽ ഫഹുവ കദീമാണ്, അദ്ദേഹം കദീമാണ്. കദീം എന്ന് പറഞ്ഞാൽ എന്താ?
കലമ എന്ന് പറഞ്ഞാൽ കടിച്ചു പിടിച്ചു എന്നല്ലേ? കഥയും കഥയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ അതിൽ വരണം. ഒന്ന് മംലു നിറച്ചു വേണം, മറ്റൊന്ന് മുംസക്ക് പിടിച്ചു വെക്കും വേണം. മുംസക്ക് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക, മംലു എന്ന് പറഞ്ഞാൽ നിറച്ചുണ്ടാവുക. ഒരു സംഗതി നിറച്ചുണ്ടാവുകയും ആ നിറച്ചുള്ളതിനെ പിടിച്ചു വെക്കുകയും ചെയ്യുമ്പോഴാണെന്ത് കബമ എന്ന് പറയാം, കഥയും എന്ന് പറയാം. അതിനി എന്തായാലും ഇപ്പം വിഷമം, ദുഃഖം അത് മനസ്സ് നിറച്ചുണ്ടാവുകയും ആ മനസ്സ് നിറച്ചുള്ള വിഷമത്തെ പിന്നെ പിടിച്ചു നിർത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതാണ് കടിച്ചു പിടിക്കുക, ഒതുക്കി പിടിക്കുക എന്നറിയില്ലേ, അപ്പോഴാണ് ഖദീം എന്ന് പറയാം. ഇവിടെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നത് ഫഹു, അതിനാൽ അദ്ദേഹം ഖദീമാണ്. ഖദീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറഞ്ഞ ദുഃഖത്തിൽ ദുഃഖം കടിച്ചു പിടിച്ചുകൊണ്ടാണ്. അപ്പോൾ ആലോചിച്ച് നോക്കി നിങ്ങൾ, അപ്പോൾ എത്ര ഈ വബിയദ്ദത ഐനാഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഴ്ച പോയിട്ടുണ്ടോ അതല്ല കാഴ്ച കുറഞ്ഞു പോയിട്ടുണ്ടോ? പിന്നെ പണ്ട് കാലല്ലേ കരച്ചിലും പിന്നെ വിഷമവും ഒക്കെ പാടായിട്ട് ഇത് എത്ര വർഷമായി. കുട്ടിയായിരിക്കെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കിണറ്റിലെറിയപ്പെട്ടത് മുതൽ നീറുന്ന മനസ്സാണ്, വേദനിക്കുന്ന മനസ്സാണ്, കരയുന്ന കണ്ണാണ് അല്ലേ. അത് കാരണത്താലാണ് കരച്ചിൽ കാരണത്താൽ കണ്ണ് വെളുത്തുപോയി എന്ന് പറയുന്നത്. ആ വെളുത്തുപോയതിൽ കണ്ണിൻ്റെ കാഴ്ച മങ്ങിയോ അതല്ല കാഴ്ച പിന്നെ മറഞ്ഞോ? എന്താ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ഖുറാനിൽ നിന്ന്? കാഴ്ച പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നെ ഖമീസ് കൊണ്ടുവന്നിട്ടിട്ടപ്പോൾ ഫർത്തദ്ദ ബസീറൻ, എന്താ ഫർത്തദ്ദ ബസീറൻ എന്നാണ് കാഴ്ച തിരിച്ചു കിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ കാഴ്ച പോയിട്ടുണ്ട്. അപ്പോൾ കാഴ്ച മങ്ങല്ല, പിന്നെ കാഴ്ച പോയി, അவ்விധം രണ്ട് കണ്ണുകളും വെളുത്തുപോയി. മിനൽ ഹുസൻ, ദുഃഖത്തിലുള്ള കരച്ചിൽ കാരണത്താൽ അദ്ദേഹം ഇങ്ങനെ ഫഹുവ കദീം എന്നാണ്. കദീം എന്ന് പറഞ്ഞാൽ ദുഃഖം മനസ്സ് നിറയെ, ഒപ്പം അത് പിടിച്ചൊതുക്കി, അങ്ങനെയാണ് കഴിഞ്ഞത് എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ട് എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ട് അതിൽ പറയുന്നത്, ഒന്ന് ഈ ഉണ്ടല്ലോ ഈ അസഫ് ഒരു പിന്നെ സംഗതിയുടെ അൽ ഹമ്മുൽ കബീർ, വലിയ ടെൻഷനാണ് അസഫ്. പക്ഷെ അത് പിന്നെ അലഷൈൽ മുസി, ഒരു മോശമായ കാര്യത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന വിഷമാണ്, മോശമായൊരു കാര്യം. അതായത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, അത് പരിതാപകരമാണ്, അല്ലെങ്കിൽ ഏറ്റവും അപകടകരമാണ് എന്നതിനുള്ള വിഷമം, വലിയ വിഷമം, അതാണ് അസഫ്. അതിവിടെ ഉണ്ട്. പിന്നെ ഹുസ്നുണ്ട്. ഹുസ്ൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സംഗതി നഷ്ടമായതിനാലുള്ള വിഷമാണ്, നഷ്ടമായതിനാലുള്ള വിഷമാണ്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നഷ്ടമായിട്ടുണ്ടോ എന്നതിലുള്ള വിഷമം. അതുകൊണ്ട് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ എന്താണ് അവസ്ഥ, അതിലുള്ള വിഷമമുണ്ട്. രണ്ടുമുണ്ട്. പിന്നെ ഒന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വിഷയത്തിൽ ഇങ്ങനെ വിഷമിക്കാൻ കാരണം കുട്ടിയായിരിക്കെ പിടിച്ചു കൊടുത്തതാണ് സഹോദരങ്ങളുടെ അടുക്കലേക്ക്. വാപ്പയെ ഏൽപ്പിച്ചതാണ് കുട്ടിയായിരിക്കെ. ആ ഏൽപ്പിച്ചിടത്തു നിന്നാണ് എന്ത് ചെയ്തത്, കൊണ്ടുപോയിട്ട് ഇവർ ചെന്നായെന്ന് പറഞ്ഞിട്ട് ഇതാക്കിയത്. അപ്പോൾ അതിനാൽ പിന്നെ ഉള്ള വിഷമം, അതിനാലാണ് ഇങ്ങനെ പിന്നെ വിഷമം ഉണ്ടായത് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ദീനിൽ ദുഃഖം ഒരു കുറ്റമാണോ? ദുഃഖിക്കുക എന്നുള്ളത് ഒരു കുറവാണോ? ദീനിൽ പാടില്ലാത്ത വിഷയമാണോ ദുഃഖം? ക്ഷമയെ ഹനിക്കുമോ? സബറാണല്ലോ നമുക്ക് പറഞ്ഞത്, സബറാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ സബറിനെ ഹനിക്കുമോ ഹുസ്ൻ, ദുഃഖം? നമ്മളോട് ക്ഷമിക്കാൻ പറഞ്ഞു. ബല വന്നാൽ, പരീക്ഷണം വന്നാൽ, മുസീബത്ത് വന്നാൽ നമ്മളോട് എന്താ പറഞ്ഞത്? ക്ഷമിക്കാൻ പറഞ്ഞു. ഫസ്ബിർ സബറൻ ജമീല, സബറുൻ ജമീൽ, ഇതല്ലേ പറഞ്ഞത്. പക്ഷെ ഒരാൾ ദുഃഖിച്ചു, വിഷമിച്ചു എന്നതിനാൽ അത് പിന്നെ ദീനിൽ പാടില്ലാത്ത കാര്യമാണോ? അത് ക്ഷമിക്കാൻ പറഞ്ഞതിനെ ഹനിക്കുന്ന വിഷയമാണോ? ദുഃഖവും വിഷമവും അത് നമ്മുടെ പ്രകൃതിയാണ്, അതൊരു മനുഷ്യൻ്റെ പ്രകൃതിയാണ്. സന്തോഷിക്കുക എന്നുള്ളത് അള്ളാഹു നൽകിയ പ്രകൃതി എന്നതുപോലെ, വിശക്കുക ദാഹിക്കുക എന്നുള്ളത് അള്ളാഹു മനുഷ്യന് നൽകിയ പ്രകൃതി എന്നതുപോലെ, ദുഃഖിക്കുക എന്നുള്ളത് എന്താണ്? മനുഷ്യന് നൽകിയ പ്രകൃതിയാണ്.
ക്ഷമിക്കണം. ആ ക്ഷമയുള്ളതോടൊപ്പം തന്നെ എന്ത് വേണം? ദുഃഖം വന്നു പോകും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഃഖിച്ചില്ലേ? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഃഖിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടി മരിച്ചപ്പോൾ, ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നൽ ഐന ലതദ്മ വൽ ഖൽബ യഹ്സൻ. എന്താ? ഇന്നൽ ഐന തദ്മ, കണ്ണ് കരയും, വൽ ഖൽബ യഹ്സൻ, ഖൽബ് ദുഃഖിക്കും, വലാകിൻ ലാ നഖൂലു ഇല്ലാ മാ യുർദിർ റബ്ബ്, പക്ഷേ അള്ളാഹ്ക്ക് തൃപ്തിയില്ലാതല്ലാതെ നമ്മൾ പറയില്ല. അതാണ് വിഷയം. ദുഃഖിക്കണം, പക്ഷേ തൊള്ള എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ദുഃഖത്തോടൊപ്പം ഈ ശാപം, അതേപോലെ തന്നെ നാശം, അതേപോലെ തന്നെ നിലവിളി, ഇതാണ് പ്രശ്നം. അതില്ലെങ്കിൽ ദുഃഖം ഉണ്ടാവില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഃഖിച്ചതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ആളുകൾ ചോദിക്കാൻ, റസൂലെ കണ്ണ് നിങ്ങൾ കരയുന്നെന്ന് പറയാണ്. നിങ്ങൾ കരയുന്നു എന്ന് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുമ്പോൾ. അപ്പോൾ പറയാൻ റസൂലുള്ളാഹി പറയാണ്, ഇന്നൽ ഐന തദ്മ, കണ്ണ് കരയും, വൽ ഖൽബ് യഹ്സൻ, ഖൽബ് ദുഃഖിക്കും, വലാകിൻ ലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ദുഃഖിച്ചിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. പിന്നെ ഇത് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അതാരാ ലാ തഹ്സൻ? അബൂബക്കർ റളിയല്ലാഹു പറയുന്നത് ദുഃഖിക്കല്ലേ അല്ലേ? അബൂബക്കർ ദുഃഖിച്ചിട്ടില്ലേ? അതേപോലെ വിശുദ്ധ ഖുർആനിൽ നമ്മൾ പിന്നെ പലയിടത്ത് വായിക്കുന്നുണ്ട്, പിന്നെ വിഷമം ദുഃഖം. അവിടെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമയുടെ വിഷയത്തിൽ ഏറ്റവും നല്ല മാതൃകകളിലൊന്നാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ വരെ തൻ്റെ അനുഭവത്തിൽ ഇതിനെ മാതൃകയാക്കിയത്. ആ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാ അദ്ദേഹത്തെ കുറിച്ചാണ് വബിയദ്ദത് ഐനാഹു മിനൽ ഹുസ്ൻ. അതുകൊണ്ട് തന്നെ ദുഃഖം ഒരിക്കലും ദീൻ വിലക്കിയ വിഷയമല്ല, ക്ഷമയെ ഹനിക്കുന്ന വിഷയമല്ല. ക്ഷമിക്കുന്നതോടൊപ്പം ഒരു വിശ്വാസിക്ക് ദുഃഖമുണ്ടാകും എന്നുള്ളത് അത് പിന്നെ ചരിത്രമാണ്, മഹത്തുക്കൾ മാതൃകയുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വിഷമുണ്ടായിട്ടുണ്ട്, ദുഃഖം ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ ഇപ്പോൾ അസഫായിട്ടുമുണ്ട്, അതേപോലെ ഹുസ്നായിട്ടും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു കുറ്റമല്ല. വതവല്ല അൻഹു വഖാല യാ അസഫ അലാ യൂസുഫ് വബിയദ്ദത് ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ ഖദീം. ആമുൽ ഹുസ്ൻ, ദുഃഖത്തിൻ്റെ വർഷം. അത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുഃഖവുമായി ബന്ധപ്പെട്ടുള്ളതായ ചരിത്രങ്ങൾ അത് കുറേ വിഷയങ്ങളുണ്ട്. ആമുൽ ഹുസ്നിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്ത്, അബൂ താലിബിൻ്റെ മരണം, അത് ദുഃഖത്തിൻ്റെ വർഷം എന്ന പേരിൽ നുബുവത്തിൻ്റെ 10ാമത്തെ വർഷം ഉണ്ടായത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഃഖിച്ച വിഷയത്തിൽ, ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിഷയത്തിൽ, ജാഫർ റളിയല്ലാഹു, പല വിഷയമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ, അതേപോലെ തന്നെ സഹാബികളിൽ ചിലരൊക്കെ മരിച്ച വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ വിഷമം, ദുഃഖം. അലി റളിയല്ലാഹു തആല അൻഹു വിഷമിച്ച് കരഞ്ഞത് ഹംസനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തു പോയത്. അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരുക്കത്തിലായിരുന്നു, ഭയങ്കര തയ്യാറെടുപ്പിൽ. അങ്ങനെ 2 ഒട്ടകങ്ങളെ പിന്നെ വാങ്ങി. ബദർ യുദ്ധത്തിൽ കിട്ടിയ യുദ്ധാർജിത സ്വത്തും, അതേപോലെ തന്നെ ഈ ഒരു യഹൂദനോടൊപ്പം പോയിട്ട് പുല്ല് വെട്ടി വിറ്റ് കിട്ടിയ കാശും, അതുകൊണ്ടാണ് ഒട്ടകങ്ങളെ വാങ്ങിയത്. 2 ഒട്ടകങ്ങളെ വാങ്ങി. ഇന്നൊക്കെ കല്യാണം ആകുമ്പോഴത്തേക്ക് കാറൊക്കെ വാങ്ങി ഒരുങ്ങണ, അതേപോലെ 2 ഒട്ടകങ്ങളെ വാങ്ങിയിട്ട് അലി റളിയല്ലാഹു തആല അൻഹു അത് ഒരു അൻസാരിയുടെ വീട്ടിൽ പാർപ്പിച്ച്. ഹംസ റളിയല്ലാഹു തആല അൻഹു മദ്യപിച്ച് ലക്ക് കെട്ട്, അന്ന് മദ്യ ഹറാമാക്കിയിട്ടില്ല. അങ്ങനെ ഒരു ജാരിയത്ത് പാടുന്നുണ്ട്. ഹംസ മദ്യപിച്ച് കണ്ണൊക്കെ ചുവന്നിങ്ങനെ. പിന്നെ ഈ അലി റളിയല്ലാഹു അൻഹു വളർത്തിയ 2 ഒട്ടകങ്ങളിൽ വയറും കീറി കരളും മുറിച്ച് പിന്നെ ഒട്ടകങ്ങൾ ഹംസത്ത് റളിയല്ലാഹു തആല അൻഹു. അലി റളിയല്ലാഹു അൻഹു വന്ന് നോക്കും. ആളുകൾ പറഞ്ഞ അലിയോട്, നിങ്ങൾ 2 ഒട്ടകങ്ങളെ ഹംസത്ത് റളിയല്ലാഹു തആല അൻഹു പിന്നെ അതിന് വയറ് കീറിയിട്ടുണ്ട്, പിന്നെ കരൾ മുറിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. ജീവനുള്ളതിൻ്റെ തന്നെ ചെയ്തേ. അതിൽ അലി റളിയല്ലാഹു തആല അൻഹു വന്ന് നോക്കുമ്പോൾ ഇതാണ്, അലി കരഞ്ഞു എന്നാണ്, വിഷമിച്ച് കരഞ്ഞു എന്നാണ്. അങ്ങനെ വിശ്വാസം തങ്ങളുടെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് പറയാൻ, റസൂൽ അലി വരുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കരഞ്ഞ് നിലവിളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ചോദിക്കാണ്, അപ്പോൾ പറയാണ് ഇങ്ങനെ ഹംസ ചെയ്തത്. അപ്പോൾ ഹംസ എവിടെയാന്ന് ചോദിക്കാണ്. അപ്പോൾ ഇങ്ങനെ അൻസാരിയുടെ വീട്ടിൽ അവിടെ ഉണ്ട് എന്ന് പറയാൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിയാണ് ചെല്ലുകയാണ് ഹംസയുടെ അടുക്കലേക്ക്. ഹംസരിക്കണ
റൂമിൻ്റെ അടുക്കലേക്ക് ചെന്ന് റസൂൽ അങ്ങോട്ട് കയറിയപ്പോൾ ഹംസ റളിയല്ലാഹുവിന് രണ്ട് കണ്ണുകളും ചുവന്ന് ഇങ്ങനെ തുടുത്ത് നിൽക്കുകയാണ്. ശ്വാസംബന്ധങ്ങളെ കണ്ടേക്കിന് ഈ കത്തീൻ്റെ അടുത്ത് കത്തി ഒട്ടകത്തിനെ കൊത്തി കത്തിയെടുത്തിട്ട് പറയണത് നിങ്ങളൊക്കെ അബ്ദുൽ മുത്തലിബിൻ്റെ അടിമകളാണെന്നോ. അബ്ദുൽ മുത്തലിബിൻ്റെ ഹംസൻ്റെ ഇപ്പം അബ്ദുൽ മുത്തലിബിൻ്റെ അടിമകളാണെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ ഇങ്ങനെ ആപാത ചൂടം നോക്കിയതാണ്. ഇങ്ങനെ റസൂലുള്ളാഹിനെ ഇങ്ങനെ അളക്കുകയാണ് അല്ലേ. അപ്പം നിസ്വാസന്മാതങ്ങൾ ഇങ്ങനെ ഓടിയാണ് ചെന്ന് നിന്നതല്ലേ. അപ്പോൾ റസൂലുള്ളാഹി അതേപോലെ ഇങ്ങനെ വേഗം മടങ്ങിയതാണ്. കാരണം അവിടെ നിൽക്കാൻ പറ്റിയ സ്ഥലമല്ല. അപ്പോൾ അവിടെ ആ സംഭവത്തിൽ അലിയാരുടെ ആ കരച്ചിൽ അതൊരു ഭയങ്കര വിഷമത്തിൻ്റെ കരച്ചില്ല. കാരണം ആ ഒരു എന്തിനു വേണ്ടിയാണ് ആ ഒട്ടകങ്ങൾ ഒരുക്കിയിട്ടുള്ളത്, അലിയാർ എന്താണ് പ്രതീക്ഷിക്കുന്നത്, അതിന് ശരിക്കും ഹംസത്ത് റളിയല്ലാഹു തആല അൻഹു കുത്തി കീറിയില്ലേ. അല്ലാ കുല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ ബാക്കി